മുഖം കണ്ടവര്, ആ മുഖത്തെ പ്രകാശം കണ്ടവരല്ലേ, ആ മുഖത്തെ ചിരി കണ്ടവരല്ലേ, ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടവരല്ലേ, കൊതി തോന്നിയിട്ടില്ലേ സഹോദരാ, കൊതി തോന്നിയിട്ടില്ലേ പെങ്ങള്, കൊതി കണ്ടിട്ടില്ലേ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഹൃദയത്തിലുള്ള ഈമാനിന്റെ മുഖത്ത് കാണണം സഹോദരാ. ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, നിന്റെ മുഖത്ത് തെളിയണം ചെറുപ്പക്കാരാ. അത് വെറുതെ തെളിയില്ല, അത് വെറുതെ തെളിയില്ല. തോന്നുന്നത് പോലെ നടന്നാൽ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ നടന്നാൽ മോനെ ഒരിക്കലും നിന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, ആ ഈമാനിന്റെ ചൈതന്യമുണ്ടല്ലോ, അത് നിന്റെ മുഖത്ത് പ്രകാശിക്കാറില്ല. അത് പ്രകാശിപ്പിക്കാൻ കഴിയണം ചെറുപ്പക്കാരാ. ഒരു കടുകുമണിയുടെ അളവാണെങ്കിൽ പടച്ചവനെ ഒരു ചെറിയ ഒരു തീയുടെ തരിയാണെങ്കിലും അതിനെ ഊതി 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 അതിനെ നീ പ്രകാശിപ്പിക്കണം ചെറുപ്പക്കാരാ. അതിനുള്ള വഴി എന്തെന്നറിയുമോ? ഈമാന് പ്രകാശിപ്പിക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നബി പറയുകയാണ്, 5 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ ഈമാൻ പ്രകാശിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാത്തവർ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ, ഒരു മുസ്ലിമിനെ കണ്ടാ പറയും അവൻ മുസ്ലിമാ. കാരണം എന്തേ? അവൻ 5 നേരം കൃത്യമായി നിസ്കരിക്കും. അവന്റെ ഏത് കാര്യം എടുത്തു നോക്കിയാലും ഒരു മുസ്ലിമിന്റെ ഗുണങ്ങൾ അവനിൽ കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, ചിലരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അൽഹംദുലില്ലാഹ് ഒരു ഈമാനിന്റെ ചൈതന്യം. അറിയാതെ കൈ പിടിക്കും. ചില ആൾക്കാരെ കണ്ടാൽ അവന്റെ മുഖത്ത് കാണാൻ ഒരു പ്രകാശം, ഒരു ഈമാനിന്റെ പ്രകാശം മുഖത്ത് കാണാൻ കഴിയും. അല്ലാഹു ആ പ്രകാശം മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എന്റെയും നിങ്ങളുടെ ഈ മുഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോ കാണിച്ചില്ലെങ്കിലും മരിച്ചു കിടക്കുമ്പോഴെങ്കിലും. ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ നമുക്ക് കൊതി തോന്നാറുണ്ട്. പടച്ചോൻ ഇതെന്താ ചോദിക്കാറുണ്ടല്ലോ. ഈ മനുഷ്യന് വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കിട്ടാൻ ഇവൻ എന്താ ചെയ്തേ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാരികൾ, നിങ്ങളുടെ കൂടെ പഠിച്ചവർ, നിങ്ങളുടെ കുടുംബക്കാർ, ചിലപ്പോ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഒരുപാട് സൽക്കർമ്മൊന്നും ചെയ്യാത്ത മനുഷ്യനായിരിക്കും. എപ്പോഴെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ഇങ്ങനെ നടക്കുന്ന മനുഷ്യരായിരിക്കും. പക്ഷെ അവന്റെ മയ്യത്ത് കാണുമ്പോ ചോദിക്കുക, എന്താണ് ഇവൻ അല്ലാഹ് ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ കാരണം? ഇവൻ എന്ത് ചെയ്തതിന്റെ പേരിലാ റമദാനിന്റെ 27-ാം രാവിലെ എന്റെ പ്രിയമുള്ളവരെ മരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്, അറഫാ ദിവസം മരിക്കാൻ ഭാഗ്യം കിട്ടിയത് ചോദിക്കാറില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടാകണം, അല്ലെങ്കിൽ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും മുഖം പ്രകാശിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ പ്രകാശിപ്പിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. മരിച്ചു കിടക്കുമ്പോ ഒരു മഞ്ഞ നിറം ഉണ്ടാകണം മുഖത്ത്. അതൊരു വല്ലാത്തതാ, വെളുപ്പല്ല, വെളുപ്പല്ല, ഒരു വല്ലാത്ത ഒരു പ്രകാശം നമ്മുടെ മുഖത്ത് ഉണ്ടാകണം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു തരി, ഒരു ചെറിയ ഒരു കണലുണ്ട്. ആ കണലിനെ നമുക്ക് ഊതി 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 പ്രകാശിപ്പിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ പ്രകാശിപ്പിക്കണമെങ്കിൽ 5 കാര്യം ജീവിതത്തിൽ ചെയ്യണം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതേപ്പോ ലൈറ്റ് പോയ ലത്തീഫ്, ലൈറ്റ് പോയതാണ്. ആ കുഴപ്പമില്ല, നമ്മുടെ മുഖത്ത് പ്രകാശം ഉണ്ടല്ലോ, അത് വെച്ച് കണ്ടാൽ മതി. ഏറ്റവും നല്ല ഇപ്പൊ ലൈറ്റ് ഇടണ്ട, അതങ്ങനെ കിടക്കട്ടെ. ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടല്ലോ, ഇല്ലേ മനുഷ്യന്മാരെ? ഇല്ലേ? ഈ പ്രകാശം ഇതിലങ്ങ് കണ്ടാൽ മതി. ഇതാണ് യഥാർത്ഥ പ്രകാശം. അല്ലാഹു പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ. ഇങ്ങനെ ഒരേ പറയുന്ന 5 കാര്യം അങ്ങോട്ട് ജീവിതത്തിൽ ചെയ്താൽ നല്ലതുപോലെ പ്രകാശിപ്പിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. കൂടെ കൂടുവല്ലേ? പറ ചങ്ങായിമാരെ, കൂടുവല്ലേ? നിങ്ങളുടെ കൂടെ കുത്ത ഞാൻ കുറെ കാലം കൊണ്ട് വഴുത് പറയാം. നിങ്ങൾക്ക് മലയാളം മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ഭാഷ ചെറുതായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് മനസ്സിലാവാഞ്ഞിട്ടാ ഇൻഷാ അല്ലാഹ് കൂടെ കൂടുവല്ലേ? ഈ പറയുന്ന 5 കാര്യങ്ങൾ അങ്ങോട്ട് അനുസരിച്ച് നോക്ക്. ഈ പറയുന്ന നീ തലകുത്തി വന്ന് നിൽക്കണ്ട. നീ വിചാരിക്കും പരസ്പരം ഞാൻ ഇനിയിപ്പോ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെന്നോ സദഖ കൊടുക്കും, ഇതൊന്നും അല്ലട്ടാ, ഇതൊന്നുമല്ല. ഈ പറയുന്ന 5 കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് മുറുകെ പിടിക്ക്. കാണുമ്പോ മനസ്സിലാകും അവനൊരു യഥാർത്ഥ വിശ്വാസിയാ, അവളൊരു മുഅ്മിനാ എന്ന് കാണുന്നവര് പറയുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വഅദിന്റെ സദസ്സുകളിൽ